അല്ല, അത് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന പോലെ പറയാൻ എന്നെ കിട്ടില്ല. അത് അടൂർ പ്രകാശിനെ കിട്ടില്ല. ഉള്ള കാര്യങ്ങൾ പറയും. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും പറയാൻ അല്ല, വ്യക്തതയോടുകൂടിയാ പറയുന്നത്. നിങ്ങൾ അല്ലെങ്കിലും ഇതിനപ്പുറത്ത് ഈ സംപ്രേഷണം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഉള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്. അതിനപ്പുറത്ത് വേറെ ഒന്നും തന്നെ പറയാനില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ, അതിനു മുന്നിൽ രോഷാകുലനാകുന്ന അടൂർ പ്രകാശ്, UDF കൺവീനർ. അതാണ് പ്രേക്ഷകർ കണ്ടത്. എന്തിനാണ് അടൂർ പ്രകാശ് ഇങ്ങനെ രോഷാകുലനാകുന്നത്? എന്തോ ഉണ്ട് മറയ്ക്കാൻ എന്നതുകൊണ്ട് തന്നെയല്ലേ? എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധം? ഈ ചോദ്യത്തിന് ഒന്നും ഉത്തരം പറയാൻ തയ്യാറായില്ല അടൂർ പ്രകാശ്. അദ്ദേഹം രോഷത്തോടെ, നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയാനല്ല ഞാൻ നിൽക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള മറുപടി എന്നിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് കയർക്കുന്ന അടൂർ പ്രകാശിനെയാണ് നാം കണ്ടത്. അത് ഒന്നുകൂടി കാണാം. അതീവ സുരക്ഷയുള്ള ഒരു VVIP ആയ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരാൾ അത്രയും ബന്ധമില്ലാത്ത ഒരാൾ വിളിച്ചിട്ടാണ് പോയതെന്ന് പറയുന്നത് വിശ്വാസയോഗ്യമായ കാര്യമാണ്. നിങ്ങളെ ഇനി വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ അതിന് മറുപടി പറയാം. അതല്ലാതെ കണ്ട് വിശ്വാസമോ അവിശ്വാസമോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. അല്ല, ഇത് ഞാനല്ലല്ലോ കൊണ്ടുപോയത്. അദ്ദേഹം എന്നെ കൂടി വന്ന് വിളിച്ചു, അദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളത് ശരിയാണ്. ഞാൻ അതിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതെനിക്കറിയില്ല. അത് നിങ്ങൾ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. അത് നിങ്ങളുടെ ജോലിയാണ്. എന്റെ ജോലിയല്ല അത്തരം കാര്യങ്ങൾ. ഇല്ലില്ല, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇയാളുമായിട്ട് ചോദിച്ചില്ല. അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ സോണിയാഗാന്ധിയുമായി അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി അവിടെ എങ്ങനെയാണ് പോയത് എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നു. അല്ല, അയാളുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചില ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ ഒരു പരിപാടി വെച്ചു. ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. അല്ല, അത് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന പോലെ പറയാൻ എന്നെ കിട്ടില്ല. അത് അടൂർ പ്രകാശിനെ കിട്ടില്ല. ഉള്ള കാര്യങ്ങൾ പറയും. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും പറയാൻ അല്ല, വ്യക്തതയോടുകൂടിയാ പറയുന്നത്. നിങ്ങൾ അല്ലെങ്കിലും ഇതിനപ്പുറത്ത് ഈ സംപ്രേഷണം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഉള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്. അതിനപ്പുറത്ത് വേറെ ഒന്നും തന്നെ പറയാനില്ല. അല്ല, അത് അതീവ സുരക്ഷിതത്വം ഉള്ള ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിന് അവിടെ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അറിയാത്ത ഒരു കാര്യത്തിന് അല്ലല്ല, സാറിനോടൊപ്പം എന്നോടൊപ്പം എന്ന് മാത്രമല്ല, പല ആളുകളോടൊപ്പം അദ്ദേഹം പോയിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും അന്വേഷിച്ച് കള്ളി വെളിച്ചത്തായി എന്ന് പറയാറില്ലേ, അതുപോലെയാണ് സോണിയാഗാന്ധിയെ കണ്ടത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്നുണ്ട് അടൂർ പ്രകാശ്. അദ്ദേഹം പറയുന്നു, സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് ഞാനല്ല, എന്നെയാണ് അദ്ദേഹം കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അതിനു മുമ്പ് പലതവണ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ട്, പലരുമായും എന്നുവരെ പറഞ്ഞു വെക്കുന്നു അടൂർ പ്രകാശ്. എന്ന് വെച്ചാൽ എന്താണ് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അറസ്റ്റിലായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായുള്ള ബന്ധം? സംശയം ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അടൂർ പ്രകാശ്. എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട് കോൺഗ്രസിനെ അടൂർ പ്രകാശിന് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത് അടൂർ പ്രകാശ്. ആ വാക്കുകൾ കൂടി കേൾക്കാം. അല്ല, അത് അതീവ സുരക്ഷിതത്വം ഉള്ള ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിന് അവിടെ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അറിയാത്ത ഒരു കാര്യത്തിന് അല്ലല്ല, സാറിനോടൊപ്പം എന്നോടൊപ്പം എന്ന് മാത്രമല്ല, പല ആളുകളോടൊപ്പം അദ്ദേഹം പോയിട്ടുണ്ട്. പിന്നീട് ശ്രീമതി സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം അപ്പോയിന്റ്മെന്റ് നേടിയെടുത്തതിന് ശേഷം ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം MP എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട്
ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കാട്ടുകള്ളനെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ലായിരുന്നു. മാത്രമല്ല, എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയും ഈ കാര്യങ്ങൾ ഞാൻ ധരിപ്പിക്കുമായിരുന്നു എന്നുള്ളത് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആരാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത്? ഉത്തരമായിട്ടുണ്ട്. ആ ഉത്തരമാണ് പറഞ്ഞത് അടൂർ പ്രകാശ്.